ഹലോ എവരിവൺ, ഡ്രീംസ് വിത്ത് സിനിയ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ 2 ടൈപ്സ് സാറ്റിൻ റിബൺ ഫ്ലവേഴ്സ് ആണ്. ആദ്യം ഈ റിബൺ കൊണ്ട് ചെയ്യാം. 70 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റിബണും 50 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റിബണും എടുക്കണം. സൈഡ് ഭാഗം അഴിഞ്ഞു പോവാതിരിക്കാൻ ഇങ്ങനെ ബേൺ ചെയ്യാം. ഇനി ഒരു നീഡിലിൽ റിബണിൻ്റെ കളർ ത്രെഡ് കോർത്തെടുത്ത് ഈ അറ്റത്ത് നിന്നും ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ കൊണ്ടുവരാം. നമ്മളെപ്പോഴും ഏത് വർക്കും ആദ്യമായി ചെയ്യുമ്പോൾ സിമ്പിൾ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ടഫ് ചെയ്താൽ നമ്മൾ വിചാരിച്ചതുപോലെ അതായില്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇൻട്രസ്റ്റ് കൂടി പോകും. ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലവർ മെത്തേഡ് തന്നെ ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് രണ്ടറ്റവും ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കാം. എന്നിട്ടിത് മാറ്റി വെച്ചിട്ട് അടുത്ത റിബൺ എടുത്തിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. വലിയ റിബൺ എടുത്തിട്ട് ഗം യൂസ് ചെയ്ത് മുകളിൽ ചെറിയ റിബൺ ഒട്ടിക്കാം. സെൻറ്ററിൽ ഭംഗിക്ക് വേണ്ടി ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റ് സ്റ്റോൺ അവിടെ ഞാൻ കുറച്ചുകൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളും ഭംഗിയുമായ ഒരു ഫ്ലവർ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ മിറർ വർക്ക് ചെയ്ത ഫ്രോക്കാണ്. ഇതിൽ വെച്ച് കാണിക്കുക. ഇങ്ങനെയോ ഇവിടെ വർക്കില്ലെങ്കിൽ ഇവിടെയോ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന ഭാഗത്ത് ഫ്ലവർ വെച്ച ഡ്രസ്സിനെ നമുക്ക് കൂടുതൽ ഭംഗിയാക്കി എടുക്കാം. അടുത്തൊരു സിമ്പിൾ ഫ്ലവർ കൂടി ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ റിബൺ ആദ്യം ഇങ്ങനെ എൽ ഷേപ്പിൽ വയ്ക്കാം. ഇവിടം കൊണ്ട് തന്നെ ഞാൻ റിബൺ വിവരണം നിർത്തിയാലും ഒരു കുഴപ്പവും ഇല്ല. എന്താണെന്നോ, ഇനി വളരെ വളരെ ഈസിയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഓലപ്പാമ്പുണ്ടാക്കി കളിക്കാത്തവരായി നമ്മൾ ആരും തന്നെ ഇല്ല. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. ഓലപ്പാമ്പുണ്ടാക്കി അറ്റം വരെ അങ്ങ് എത്തിച്ചാൽ മതി. ഈ ഫ്ലവർ ചെയ്യുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമുക്കൊന്ന് പോകുവാനും സാധിക്കും. അപ്പോൾ അറ്റം വരെ എത്തി. ഇനി ചെയ്യേണ്ടത് ഈ അറ്റത്ത് നിന്ന് ഒരു റിബണിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയുള്ള ചെറിയൊരു ഫ്ലവർ റെഡിയായി. നമുക്ക് വേണമെങ്കിൽ ഡബിൾ കളർ ഡ്രസ്സിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കളർ ബീഡ്സോ സ്റ്റോണോ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള റിബൺ കട്ട് ചെയ്ത് മാറ്റാം. എനിക്ക് കുറച്ച് ഓലപ്പാമ്പ് കൂടി ആവശ്യമുണ്ട്. നൈനിക്കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഈ ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടി കൂട്ടാം. അവർ നല്ല സന്തോഷത്തോടെ ചെയ്യും. ചെറുപ്പത്തിലെ അവർക്ക് ഈ വർക്കിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. ഞാൻ 4 ഗ്രീൻ കളർ ബീഡ്സ് ഇതിൽ തയ്ച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായ ഈ ഫ്ലവർ മേക്കിംഗ് വീഡിയോയും നിങ്ങൾക്കിഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. എത്രയും വേഗം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. നിങ്ങളുടെ സപ്പോർട്ട്, ഷെയർ, ലൈക്ക്, കമൻറ്റ്സ് ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.